പ്രിയമുള്ളവരെ, വചനജ്വാല 1537 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് നവംബർ 15 ശനിയാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ഇന്നത്തെ വചനവായനയിൽ ഏശയ്യായുടെ പുസ്തകം 3-ാം അധ്യായം 13 മുതൽ 26 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രമിക്കുക. കർത്താവിന്റെ വിധി. കർത്താവ് ന്യായം വിധിക്കാൻ ഒരുങ്ങുന്നു. തന്റെ ജനത്തിനെ വിധിക്കാൻ എഴുന്നേൽക്കുന്നു. കർത്താവ് തന്റെ ജനത്തിന്റെ ശ്രേഷ്ഠന്മാരെയും രാജാക്കന്മാരെയും വിധിക്കുന്നു. നിങ്ങളാണ് മുന്തിരിത്തോട്ടം നശിപ്പിച്ചവർ, പാവപ്പെട്ടവരെ കൊള്ളയടിച്ചു. വസ്തുക്കൾ നിങ്ങളുടെ ഭവനത്തിലുണ്ട്. എന്റെ ജനത്തെ ഞെരുക്കാനും പാവപ്പെട്ടവരുടെ തല ചതയ്ക്കാനും നിങ്ങൾക്കെന്ത് കാര്യം? സൈന്യങ്ങളുടെ ദൈവമായ കർത്താവാണ് അരുളി ചെയ്യുന്നത്. സിയോൻ പുത്രിമാർക്ക് താക്കീത്. കർത്താവ് അരുളി ചെയ്തു, സിയോൻ പുത്രിമാർ ഗർവിഷ്ഠരും തെളിഞ്ഞു നടക്കുന്നവരും കടക്കെണ്ണെറിയുന്നവരും പാദസരം കിലുക്കി അലസഗമനം ചെയ്യുന്നവരും ആണ്. കർത്താവ് അവരുടെ ശിരസ് ചിരങ്ങ് കൊണ്ട് നിറയ്ക്കും, അവരെ നഗ്നരാക്കും. അന്ന് കർത്താവ് അവരുടെ പാദസരത്തിന്റെ അലങ്കാരവും തലമുടി നാടയും കിരീടവും ശിരോവസ്ത്രവും തോൾ വളയും അരപ്പട്ടയും സുഗന്ധ ചിമിഴും ഏലസും മുദ്രമോതിരവും മൂക്കുത്തിയും വിലപിടിച്ച വസ്ത്രവും മേലങ്കിയും കുപ്പായവും ചെറുസഞ്ചിയും ലോലമായ വസ്ത്രവും പട്ടുവസ്ത്രവും തലപ്പാവും മൂടുപടവും എടുത്തു മാറ്റും. പരിമളത്തിന് പകരം ദുർഗന്ധം, അരപ്പട്ടയ്ക്ക് പകരം കയർ, പിന്നിയ തലമുടിക്ക് പകരം കഷണ്ടി, വിലപിടിപ്പുള്ള പുറങ്കുപ്പായത്തിന് പകരം ചാക്ക്, സൗന്ദര്യത്തിന് പകരം അവമതി. നിന്റെ പുരുഷന്മാർ വാളിനിരയാകും, പ്രബലന്മാർ യുദ്ധത്തിൽ നിലംപതിക്കും. നഗര കവാടങ്ങൾ വിലപിക്കും. ബലാത്കാരത്തിന് ഇരയായി നീ തറയിൽ ഇരിക്കും. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് മെത്രാനും വേദപാരംഗതനുമായ മഹാനായ വിശുദ്ധ ആൽബർട്ടിനെ അനുസ്മരിക്കുന്ന പൊൻസുദിനമാണ്. വിശുദ്ധ തോമാസ് അക്വീനോസിന്റെ ഗുരുവായ വിശുദ്ധ ആൽബർട്ടിനെ സമകാലീനർ പോലും മഹാൻ എന്നാണ് വിളിച്ചിരുന്നത്. 1206 ജർമ്മനിയിലെ ബവേറിയയിൽ ആണ് ജനനം. പാദുവ സർവകലാശാലയിൽ പഠിക്കുമ്പോഴാണ് ഡൊമിനിക്കൻ സഭയിൽ ചേർന്നത്. പഠനത്തിൽ പിന്നോക്കമായിരുന്ന ആൽബർട്ട് ദൈവമാതാവിനെ തന്നെ സമർപ്പിച്ചത് പഠനത്തിന് മികവ് നൽകി. പിന്നീട് വൻ വിജയമായിരുന്നു. സാർവത്രിക വിജ്ഞാന ഡോക്ടറായിട്ടാണ് അദ്ദേഹം അറിയപ്പെടുക. പ്രകൃതിശാസ്ത്രത്തിലെ കണ്ടുപിടുത്തങ്ങൾ തത്വശാസ്ത്രവുമായി പൊരുത്തപ്പെടുത്തി കൊണ്ടുപോയിരുന്നു.
20 കൊല്ലമെടുത്ത് എഴുതി തീർത്ത വിജ്ഞാന വിക്ഷേപം ഇതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ്. വിശുദ്ധ കുർബാനയോടും മാതാവിനോടും ഭക്തിയുണ്ടായിരുന്ന ആൽബർട്ടിനെ ദൈവം ഡൊമിനിക്കൽ പ്രൊവിൻഷ്യലും റാറ്റിസ്ബെന്നിലെ മെത്രാനുമാക്കി ഉയർത്തി. വിനീതനായ ഡൊമിനിക് ചെയ്തിരുന്നത് കാൽനടയായിട്ടാണ് യാത്രകൾ അധികവും ചെയ്തിരുന്നത്. 74-ാം വയസ്സിൽ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. പ്രിയമുള്ളവരെ, മഹാനായ വേദപാരംഗതനായ മെത്രാനായ വിശുദ്ധ ആൽബർട്ടിന്റെ മാധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് എല്ലാവർക്കും പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു ശനിയാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.